യമനിലെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകളും കേരളം ഏറെ ഗൗരവത്തോടെയാണ് ചർച്ച ചെയ്യുന്നത്. AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലുകളിലൂടെ വധശിക്ഷയിൽ നിന്നും ഇളവ് ലഭിച്ചെന്ന വാർത്തകൾക്ക് പിന്നാലെ ഇനി കാര്യങ്ങൾ നയതന്ത്ര തലത്തിലാണ് നീങ്ങേണ്ടതെന്ന് AP വിഭാഗം നേതാവ് അബ്ദുൾ ഹക്കീം അസ്ഹരി വ്യക്തമാക്കിയതോടെ ഈ വിഷയം പുതിയൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിനായി നടന്ന അന്താരാഷ്ട്ര മധ്യസ്ഥ ശ്രമങ്ങളിൽ നിർണായകമായ പങ്ക് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കായിരുന്നു. MLA ഗോത്രത്തലവന്മാരുടെയും മതനേതാക്കളുമായും അടുത്ത ബന്ധമുള്ള അദ്ദേഹം തന്റെ സ്വാധീനം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കുന്നത് തടയാൻ ശ്രമിച്ചു. വധശിക്ഷയിൽ നിന്നും നിമിഷപ്രിയയ്ക്ക് മാപ്പ് ലഭിക്കുന്ന ഘട്ടം വരെ ഈ ഇടപെടലുകൾ ഫലം കണ്ടുവെന്നാണ് മകനും മർക്കസ് നോളജ് സിറ്റി ഡയറക്ടറുമായ അബ്ദുൾ ഹക്കീം അസ്ഹരി വ്യക്തമാക്കുന്നത്. കാന്തപുരത്തിന്റെ പണി ഈ ഘട്ടത്തോടെ അവസാനിച്ചെന്നും ഇനി നിമിഷപ്രിയയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് നാട്ടിലെത്താനുള്ള ബാധ്യത പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെയും നയതന്ത്ര വിഭാഗത്തിന്റെയും കൈകളിലാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ നിമിഷപ്രിയയുടെ വിഷയം അതീവ ഗൗരവത്തോടെ അവതരിപ്പിച്ചതായും ഹക്കീം അസ്ഹരി സ്ഥിരീകരിച്ചു. ഒരു വ്യക്തിക്ക് ചെയ്യാവുന്ന മധ്യസ്ഥ ശ്രമങ്ങൾക്കും അപ്പുറം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര നീക്കങ്ങളിലൂടെ മാത്രമേ ഇനി മോചനം സാധ്യമാകൂ എന്നതാണ് വസ്തുത. നിമിഷപ്രിയയുടെ മോചനത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയുടെ കുടുംബത്തിന്റെ നിലപാടാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മെഹദി ഉയർത്തുന്ന കടുത്ത പ്രതിഷേധം കാര്യങ്ങൾ സങ്കീർണമാക്കുന്നുണ്ട്. മധ്യസ്ഥ ശ്രമങ്ങളോടോ പണം നൽകി പരിഹരിക്കുന്ന ദയാദനം സ്വീകരിക്കുന്നതിനോ കുടുംബം ഇതുവരെ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടില്ല. തലാൽ കൊല്ലപ്പെട്ടത് ഇറാനിലായിരുന്നുവെങ്കിൽ അവിടുത്തെ ഭരണകൂടം എന്ത് നിലപാട് സ്വീകരിക്കുമായിരുന്നുവെന്ന് അബ്ദുൾ ഫത്താഹ് മെഹദി സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുന്നുണ്ട്. കേസിൽ ഇറാൻ ഇടപെടാൻ സന്നദ്ധത അറിയിച്ച വാർത്തകളോടുള്ള രൂക്ഷമായ പ്രതികരണമായിരുന്നു ഇത്. സ്വന്തം രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നതായും നീതിപൂർവമായ ശിക്ഷ എത്രയും വേഗം നടപ്പിലാക്കണമെന്നുമാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. വധശിക്ഷ നീണ്ടുപോകുന്നത് കുടുംബത്തിന്റെ അവകാശങ്ങൾ ലംഘിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളുടെയോ മതനേതാക്കളുടെയോ ഇടപെടലുകൾക്ക് വഴങ്ങില്ലെന്ന ഉറച്ച നിലപാട് കേസിനെ കൂടുതൽ പ്രതിസന്ധിയിലുമാക്കുന്നുണ്ട്. 2017 ആ ദുരന്തം. 2017 ജൂലൈ 25 കേരളത്തെ നടുക്കിയ ആ കൊലപാതകം യമനിൽ നടക്കുന്നത്. നേഴ്സായി ജോലി ചെയ്തിരുന്ന നിമിഷപ്രിയ തലാൽ അബ്ദു മഹദി എന്ന യമൻ പൗരനെ കൊലപ്പെടുത്തി മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചുവെന്നതായിരുന്നു കേസ്. എന്നാൽ ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ അങ്ങേയറ്റം ദാരുണമായിരുന്നുവെന്ന് നിമിഷപ്രിയയും അവരെ അനുകൂലിക്കുന്നവരും വാദിക്കുന്നുണ്ട്. സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായിക്കാമെന്ന് വാഗ്ദാനം നൽകി നിമിഷപ്രിയയുടെ പാസ്പോർട്ട് കൈക്കലാക്കുകയായിരുന്നു. പിന്നീട് അവളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയും വ്യാജ വിവാഹ രേഖകൾ നിർമ്മിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഈ നരകയാതനകളിൽ നിന്നും രക്ഷപ്പെടാനായി തലാലിനെ അമിത അളവ് മരുന്ന് കുത്തിവെച്ച് മയക്കി പാസ്പോർട്ട് കൈക്കലാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത്. ഭയം കാരണം മൃതദേഹം കഷ്ണങ്ങളാക്കി ജലസംഭരണിയിൽ ഒളിപ്പിക്കുകയായിരുന്നു. പിന്നീട് യമൻ നിയമപ്രകാരം നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടു. യമനിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. ആഭ്യന്തര യുദ്ധം കലുഷിതമാക്കിയ യമനിൽ ഒരു കേന്ദ്രീകൃത ഭരണകൂടത്തിന്റെ അഭാവം നയതന്ത്ര നീക്കങ്ങളെ ബാധിക്കുന്നുമുണ്ട്. സനായിലെ ഭരണകൂടവുമായി ബന്ധം സ്ഥാപിക്കുന്നതിൽ പരിമിതികളുണ്ട്. എങ്കിലും നിമിഷപ്രിയയുടെ അമ്മ യമനിലെത്തി മകളെ കാണാൻ സാധിച്ചത് ഒരു വലിയ ആശ്വാസമായിരുന്നു. ഒരേ സമയം പല സംഘടനകളും വ്യക്തികളും നിമിഷപ്രിയയുടെ മോചനത്തിനായി അവകാശവാദങ്ങളുമായി രംഗത്തെത്തുന്നത് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ടെന്നും ഹക്കീം അസ്ഹരി ചൂണ്ടിക്കാട്ടി. ഒരു ഏകീകൃതമായ നയതന്ത്ര നീക്കമാണ് ഇപ്പോൾ ആവശ്യം. യമനിലെ ഗോത്ര നിയമങ്ങളും ശരീഅത്ത് നിയമങ്ങളും അനുസരിച്ച് കൊല്ലപ്പെട്ടവന്റെ കുടുംബം മാപ്പ് നൽകിയാൽ മാത്രമേ ശിക്ഷയിൽ നിന്നും പൂർണ്ണ മോചനം ലഭിക്കൂ. ഈ കുടുംബത്തെ അനുനയിപ്പിക്കാൻ സർക്കാർ തലത്തിൽ ഇനിയും ശ്രമങ്ങൾ വേണ്ടിവരും. വധശിക്ഷ റദ്ദാക്കി എന്ന വാർത്ത വലിയ ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും നിമിഷപ്രിയ എപ്പോൾ മോചിതയാകും എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമില്ല. നിയമ നടപടികൾ നീളുന്നതിനെതിരെ തലയുടെ കുടുംബം കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. വധശിക്ഷ നടപ്പിലാക്കാൻ ശക്തി ചെലുത്തുന്നതിനായി അവർ നിയമപോരാട്ടം തുടരുകയാണ്. അതേസമയം നിമിഷപ്രിയയുടെ മോചനത്തിനായി കേരളത്തിലെ ജനങ്ങളും സന്നദ്ധ സംഘടനകളും വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങളും പ്രാർത്ഥനകളുമായി കൂടെയുണ്ട്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ളവരുടെ ഇടപെടലുകൾ വധശിക്ഷ എന്ന വലിയ അപകടത്തിൽ നിന്നും അവളെ താൽക്കാലികമായി രക്ഷിച്ചിട്ടുണ്ട്. ഇനി കേന്ദ്ര സർക്കാർ വിദേശകാര്യ മന്ത്രാലയത്തിലൂടെ നടത്തുന്ന കരുത്തുറ്റ നീക്കങ്ങളാണ് നിമിഷപ്രിയയെ നാട്ടിലെത്തിക്കാൻ ഏക വഴി.